ഇന്നത്തെ വിശേഷം ഇന്ന് ഞങ്ങൾക്ക് ഒമാനിൽ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷായി നേരെ പള്ളിയിലോട്ട് പോയിട്ടോ. പള്ളിയിലോട്ട് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ടോ. സുബഹി നിസ്കരിക്കാൻ കണക്കാക്കി ആകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഖുർആനൊക്കെ ഓതാലോ. പോകുന്ന വഴിക്ക് എൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു മരങ്ങളൊക്കെ കേട്ടോ. രാവിലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇക്കൊല്ലത്തെ പെരുന്നാളിന് ഒരുപാട് ടൂറൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിനൊന്നും ഒരു മൂഡുണ്ടായില്ല. കാരണം എൻ്റെ ഉപ്പൻ്റെ ജ്യേഷ്ഠനെ ഒന്നിലും മരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ആയിരുന്നു എനിക്ക് ഇന്നലെ. പള്ളിന് മുമ്പിലെത്തിട്ടോ. പള്ളിന് മുമ്പിൽ നിറച്ചും പായൊക്കെ വിരിച്ചായിരുന്നു. ഇത് പുറത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പായ വിരിച്ചാട്ടോ. പള്ളിൻ്റെ ഉള്ളിൽ കൊള്ളാതെ വരുമ്പോൾ പായൊക്കെ വിരിക്കുന്ന ജോലി കൂടുതലും ബംഗാളികളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പള്ളിയിലുള്ള ഫുള്ള് ബംഗാളികളാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഏതായാലും പള്ളിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. പള്ളിൻ്റെ ഉള്ളിൽ ഉദുവൊക്കെ എടുത്ത് നേരെ പള്ളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. പള്ളിൻ്റെ ഉള്ളിലെത്തിയപ്പം പള്ളിയിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. സുബിയൊക്കെ നിസ്കരിച്ച് എല്ലാവരും പോയാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം വയ്ക്കാൻ വന്ന്. അപ്പോൾ ഞാൻ ഏതായാലും സുബിയൊന്നും നിസ്കരിക്കാത്തതുകൊണ്ട് നേരെ സുബിയൊക്കെ നിസ്കരിച്ച് പിന്നെ ഞാൻ ഖുർആൻ ഓതായിരുന്നു കേട്ടോ പള്ളിൻ്റെ ഉള്ളിൽ 2-3 ആൾക്കാരൊക്കെ ഉള്ളൂ. ഒരാൾ ഇവിടെ ഇരുന്ന് ചാരി ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി നിന്നപ്പോൾ പിന്നെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് തക്ബീറെല്ലാം തുടങ്ങി കേട്ടോ. പെരുന്നാളിൻ്റെ തക്ബീറൊക്കെ ചൊല്ലി തുടങ്ങിയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത്യാവശ്യം ആളൊക്കെ ആയി പള്ളിയിൽ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയൊക്കെ ഫുള്ളായിട്ടോ. ഇത് അത്യാവശ്യം പഴയ ഒരു പള്ളി കേട്ടോ. അങ്ങനെ പിന്നെ തക്ബീറൊക്കെ ചൊല്ലി കഴിഞ്ഞ് എല്ലാവരും നിസ്കാരത്തിലോട്ട് കയറിയിട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുത്തുബ ഓതാൻ തുടങ്ങി. കുത്തുബയൊക്കെ ചൊല്ലി കഴിഞ്ഞ് പിന്നെ എല്ലാവരും ദുആ ചെയ്ത് നേരെ പുറത്തിറങ്ങിയിട്ടോ. അത്യാവശ്യം നല്ല ആൾ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കുറച്ച് താമസിച്ചിട്ടോ. പള്ളീൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം എൻ്റെ കൂട്ടുകാരൊക്കെ നിസ്കരിച്ച് നേരെ പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരോടും സലാമൊക്കെ കൊടുത്ത് ഇത് മുബാറൊക്കെ പറഞ്ഞ് നേരെ റൂമിലോട്ട് വിട്ടിട്ടോ. ഇങ്ങനെ റൂമിലോട്ട് ഇങ്ങനെ പോകുന്നതിന് മുമ്പ് പുറകുന്നൊരു വിളി വന്നിട്ടോ. ദൈവം വരുന്ന ആശാന് ഒരു സുഹൃത്താട്ടോ. അവനെന്തോ നാസ്തയൊക്കെ മേടിച്ച് വരിക. പിന്നെ അവനായിട്ട് ഇത് മുബാറൊക്കെ പറഞ്ഞ് നേരെ റൂമിലോട്ട് പോയിട്ടോ. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ആവിക്ക് കയറ്റി വെച്ചാണ് ഞാൻ പോയത്. നിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തിയോണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ പമ്പിലോട്ട് വിട്ടിട്ടോ. പോകുന്ന വഴിക്ക് 2 കുപ്പി വെള്ളമൊക്കെ എടുത്ത്. നല്ല ചൂടായിരുന്നു നാല്. അപ്പം ഇന്നും പെരുന്നാളായതുകൊണ്ട് ഒന്നും കൂടി ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു. ഏതായാലും വെള്ളക്കുപ്പിയൊക്കെ കൊണ്ട് നേരെ പമ്പിലോട്ട് വിട്ടിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.